ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓവർലുക്ക് ചെയ്യുന്നൊരു അത്യാവശ്യ ഹാബിറ്റുമാണ് ഉറക്കം. എന്നെ സമീപിക്കുന്നവരിൽ കുറെ പേര് ഉറക്കത്തിന്റെ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. തീരെ ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. രണ്ട് രീതിയിലുണ്ട്. സ്ട്രെസ് കാരണം ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. ഉറക്കം ഇല്ലായ്മ കാരണം സ്ട്രെസ് വരുന്നവരുമുണ്ട്. ഈ സ്ട്രെസ് കാരണമാണ് ഉറക്കമില്ലാത്ത അവസ്ഥ വന്നതെങ്കിൽ സ്ട്രെസ്സിനെ ഹീൽ ചെയ്യുക, ആൻസൈറ്റി ഹീൽ ചെയ്യുക, ഓവർ തിങ്കിങ്ങിനെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി, അയേൺ, മഗ്നീഷ്യം ഇവയെല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അതിന് സപ്ലിമെന്റ് എടുക്കണം. മൂന്നാമത്തെ കാര്യം എക്സസൈസ്. രാവിലെയാണ് എക്സസൈസ് ചെയ്യുന്നത്, വൈകുന്നേരമല്ല. ഉറക്കില്ലാത്ത ആൾക്കാർ രാവിലെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഉറക്കിന്റെ ഹോർമോൺ ആയിട്ടുള്ള മെലാറ്റോണിൻ ശരീരത്തിൽ ഉത്പാദിപ്പിക്കാൻ തുടങ്ങും. ഒറ്റ ദിവസം കൊണ്ടല്ല, കുറെ ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഒരു 10 സൂര്യ നമസ്കാരം രാവിലെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ കാലത്ത് വെയിൽ കൊണ്ട് കുറച്ച് നടക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. കാരണം അത് നമ്മുടെ ബയോ ക്ലോക്ക് റീസെറ്റ് ചെയ്യാൻ സഹായിക്കും. ഇപ്പൊ രാത്രി ഉറങ്ങേണ്ടത് ഒരു കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ഉറങ്ങാൻ നമ്മൾ സഹായിക്കുന്നതാണ് രാവിലെ വെയിൽ കൊണ്ട് നടക്കുക എന്നുള്ളത്. 8 മണിക്ക് ശേഷം സ്ക്രീൻ ടൈം നന്നായിട്ട് കുറയ്ക്കുക എന്നല്ല, സ്റ്റോപ്പ് ചെയ്യുക. ഉറക്കത്തിന്റെ പ്രശ്നമുള്ള ആൾക്കാർ മൊബൈൽ ഫോൺ ആയാലും അതുപോലെ കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഈവൻ TV അടക്കം കാണുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലതാണ് 8 മണിക്ക് ശേഷം. കാരണം അത് നമ്മുടെ സ്ലീപ്പ് ഹോർമോൺ ആയിട്ടുള്ള മെലോട്ടോണിന്റെ ഉൽപാദനത്തെ കുറയ്ക്കും. ചൈനീസ് അക്യുപഞ്ചർ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇമോഷണൽ ഫ്രീഡം ടെക്നിക് ഇക്കാര്യത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് തരും. അത് നിങ്ങളുടെ ഉറക്കിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും.